നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. വോട്ടർമാരെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബി.ജെ.പി. നേതാക്കളായ മേനകാ ഗാന്ധിയും സാക്ഷി മഹാരാജും ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ മുസ്ലിം സമുദായക്കാരായ വോട്ടർമാരുടെ ഒരു യോഗത്തിൽ പ്രസംഗിക്കവെയാണ് നിങ്ങൾ എനിക്ക് വോട്ട് തന്നില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ആവശ്യമായി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാനത് പരിഗണിക്കില്ല എന്ന് പരസ്യമായ ഭീഷണി മേനകാ ഗാന്ധി മുഴക്കിയത്. ഏത് ജോലിയെയും പോലെ തൻ്റേതും ഒരു കൊടുക്കൽ വാങ്ങലിൽ അധിഷ്ഠിതമാണെന്നും നമ്മളാരും ഗാന്ധിജിയുടെ മക്കളൊന്നുമല്ലല്ലോ എന്നുമായിരുന്നു മേനകയുടെ അടുത്ത വാക്കുകൾ. അവർ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ ഇതായിരുന്നു: ഞാൻ എന്തായാലും ജയിക്കും. അത് നിങ്ങൾ, അതായത് മുസ്ലിങ്ങളുടെ വോട്ടുകൾ കൂടാതെയാണെങ്കിൽ അത് എൻ്റെ മനസ്സിൽ കയ്പ് നിറയ്ക്കും. എല്ലായ്പ്പോഴും ഞാൻ അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയും തിരിച്ചൊന്നും കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. എന്തായാലും പ്രസംഗം വിവാദമായതോടെ മാധ്യമപ്രവർത്തകർ തൻ്റെ പ്രസംഗം വളച്ചൊടിച്ചു എന്ന ന്യായീകരണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മേനകാ ഗാന്ധി. പക്ഷേ എത്ര ന്യായീകരിച്ചാലും വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി കേൾക്കാവുന്ന അവരുടെ വാക്കുകളുടെ അർത്ഥം ഇല്ലാതാകുന്നില്ല. തനിക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ തന്നെ എന്തെങ്കിലും ജോലിക്കായി സമീപിക്കുമ്പോൾ താൻ അതിന് മടിക്കും എന്ന് പറയുന്നത് ഭീഷണിയല്ലാതെ പിന്നെ എന്താണ്? തനിക്ക് വോട്ട് ചെയ്തവരെ മാത്രം സഹായിക്കുക എന്നതാണോ ഒരു ജനപ്രതിനിധിയുടെ ധർമ്മം? ജനങ്ങളുടെ സേവകരായ ജനപ്രതിനിധികൾ തങ്ങളെ സമീപിക്കുന്നത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ തനിക്ക് വോട്ട് ചെയ്തവരോ അല്ലാത്തവരോ എന്ന് നോക്കാതെയാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതെന്ന് മേനകാ ഗാന്ധി ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒന്നാണോ? എന്തായാലും സംഭവം വിവാദമായതോടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് മേനകാ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പൊതുവെ ഇത്തരം വിവാദങ്ങളിൽ അധികം ചെന്ന് ചാടാത്ത അപൂർവം ബി.ജെ.പി. നേതാക്കളിൽ ഒരാളാണ് മേനകാ ഗാന്ധി. അവരുടെ വായിൽ നിന്നും ഇത്തരം ഭീഷണികളും വർഗീയതയും കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങളിൽ അവർക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന ഇമേജ് കൂടിയാണ് തകർന്നടിയുന്നത്. മറ്റൊരു ഭീഷണി എന്നും വിവാദ നായകനായ സാക്ഷി മഹാരാജിൻ്റേതാണ്. താൻ മത്സരിക്കുന്ന ഉന്നാവ് മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയുമാണ് തനിക്ക് വോട്ട് തന്നില്ലെങ്കിൽ ശപിച്ചു കളയുമെന്ന് ഈ വിദ്വാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. താനൊരു മഹർഷിയാണ്. ഒരു മഹർഷി നിങ്ങളുടെ പടിവാതിൽക്കൽ വന്നു എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ആ കുടുംബത്തിൻ്റെ ഒന്നടങ്കം സന്തോഷം എടുത്തു കളയുകയും തൻ്റെ എല്ലാ പാപങ്ങളും ആ കുടുംബത്തിന് നൽകി അതിനെ ശപിക്കുകയും ചെയ്യുമെന്നും സാക്ഷി മഹാരാജ് പറയുകയുണ്ടായി. സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ചില പാവങ്ങളെങ്കിലും ശാപം ഭയന്ന് തനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭീഷണി എന്ന് വ്യക്തം. എത്രയോ മലിനമാണ് ഇവരുടെയൊക്കെ മനസ്ഥിതി എന്നോർക്കുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആരും കഷ്ടം വെച്ചു പോകും. അതിലും കഷ്ടമാണ് ഇവരെ പോലെയുള്ളവർ ജയിച്ചു കഴിഞ്ഞാൽ അവരാൽ ഭരിക്കപ്പെടേണ്ടി വരുന്ന സാധാരണ ജനങ്ങളുടെ കാര്യം.